നമസ്കാരം. മാറ്റിനിയുടെ ഫിലിം ബൈയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഒരു മലയാളി എന്നുള്ള നിലയിൽ നമുക്ക് പലപ്പോഴും അഭിമാനം തോന്നുന്ന ചില മുഹൂർത്തങ്ങളുണ്ട്. അത് നമ്മൾ കൂടുതലും കേരളത്തിന് പുറത്തു പോയി പഠിക്കുകയോ അല്ലെങ്കിൽ ജോലി ചെയ്യാനൊക്കെ പോകുമ്പോഴാണ് കേരളത്തോട് നമുക്ക് കൂടുതൽ സ്നേഹം തോന്നുന്നത്. മറ്റൊരു മലയാളി മറ്റൊരു സ്ഥലത്ത് പോയിട്ട് അത്ഭുതകരമായിട്ടുള്ള വിജയം ഉണ്ടാക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഞാനൊരു മലയാളിയാണെന്ന് എവിടെയൊക്കെയോ നമ്മുടെ ഹൃദയത്തിനുള്ളിലൊരു പ്രൗഡ് മൊമെൻ്റ് നമ്മൾ ഫീൽ ചെയ്യുന്നത്. അങ്ങനെ ഒരു ഡയറക്ടറെക്കുറിച്ച്, മലയാളിയാണ് പക്ഷെ മലയാളത്തിൽ സിനിമ ചെയ്തിട്ടില്ലാത്ത ഒരു ഡയറക്ടറെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. എനിക്ക് വളരെ അഭിമാനമുണ്ട്. 1999 അദ്ദേഹത്തിൻ്റെ ഹിറ്റായിട്ടുള്ള സിനിമ ഹിന്ദിയിൽ ഇറങ്ങുന്നത്. അത് ഞാൻ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. 10ാം ക്ലാസ് കഴിഞ്ഞ് ഞാൻ ഒരു +1 മംഗലാപുരത്താണ് എൻ്റെ ഒരു PUC വിദ്യാഭ്യാസം നടന്നത്, പ്രീ യൂണിവേഴ്സിറ്റി കോഴ്സ്. അന്ന് ഇവിടെ +2 ഉള്ള സമയത്ത്, ഇന്നും അവിടെ PUC തന്നെയാണ്, പ്രീ യൂണിവേഴ്സിറ്റി കോഴ്സാണ്. അപ്പോൾ എൻ്റെ കോളേജിൻ്റെ തൊട്ടടുത്ത് ഒരു ചെറിയ തിയേറ്റർ ഉണ്ടായിരുന്നു. അന്ന് ഈ പറയുന്ന പോലെ വളരെ ഹിറ്റായിട്ടുള്ളൊരു സോങ്, അന്ന് നമ്മുടെ ഈ ചെറിയ പ്രായത്തിൽ ജോഹാൽ ദിൽക്ക എന്ന് പറഞ്ഞിട്ട് ഒരു സോങ് ഉണ്ട് ആ പടത്തിലെ സോങ് കുറച്ച് ഇൻറ്റിമസി സീൻസൊക്കെയുള്ള ഒരു സോങ്ങാണ്. അപ്പോൾ ആ സോങ് കണ്ടിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ആ സിനിമ കാണാൻ പോയത്. ഞാൻ മാത്രമല്ല, ഒരുപക്ഷെ അന്ന് ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ എല്ലാ യുവാക്കളും ആ സിനിമ കാണാൻ പോയത് ഒരുപക്ഷെ ആ പാട്ട് കണ്ടിട്ടായിരിക്കാം. പക്ഷേ ആ പാട്ട് മാത്രമല്ലാതെ ബാക്കിയെല്ലാം വളരെ സീരിയസ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് ഡിസ്കസ് ചെയ്യുന്ന ഒരു സിനിമയായിരുന്നു അത്. 1999 ഇറങ്ങിയ സർഫറോഷ് എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. അതിൻ്റെ ഡയറക്ടർ ഒരു മലയാളിയാണ് എന്നുള്ളത് അന്ന് ആ തിയേറ്ററിൽ ആ പേരെഴുതി കാണിക്കുമ്പോൾ ഞാൻ വളരെ അത്ഭുതപ്പെട്ടു. കാരണം ജോൺ മാത്യു മാത്തൻ എന്ന് പറയുന്ന ഡയറക്ടറാണ് ആ സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം മലയാളിയാണ്, കേരളത്തിൽ ജനിച്ച ആളാണ്. ജോൺ മാത്യു മാത്തൻ എന്ന പേര് ഞാൻ കണ്ടപ്പോഴേ നമുക്ക് എല്ലാ മലയാളികൾക്കും ജോൺ മാത്യു മാത്തൻ എന്ന് പറയുന്ന ഒരു പേര് വരുമ്പോൾ അത് മലയാളിയായിരിക്കും. പിന്നീട് ഞാൻ അദ്ദേഹത്തെ പറ്റി അറിയാൻ ശ്രമിച്ചു. നമുക്ക് സിനിമയോടൊരു ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ അറിയാൻ ശ്രമിച്ചു. അദ്ദേഹം കേരളത്തിൽ നിന്ന് ബോംബെയിലാണ്. അദ്ദേഹത്തിൻ്റെ പ്രൊഡക്ഷൻ കമ്പനി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു ആഡ് ഫിലിം കമ്പനി ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ എന്നെ അത്ഭുതപ്പെടുത്തിയത് റിച്ചാർഡ് ആറ്റൻബറോയുടെ ഗാന്ധി എന്ന് പറയുന്ന പടത്തിൽ അസിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു മലയാളിയാണ് അദ്ദേഹം. അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് റിച്ചാർഡ് ആറ്റൻബറോയുടെ കൂടെ ഗാന്ധിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അദ്ദേഹം. അപ്പോൾ സിനിമയെ വളരെ സീരിയസ് ആയിട്ട് കണ്ടിട്ട് പിന്നീട് ഒരു പ്രൊഡക്ഷൻ ഹൗസ് ചെയ്തിട്ട്, പണ്ട് നമ്മൾ കണ്ടിട്ടുള്ള ഡെനിമിൻ്റെ സോപ്പിൻ്റെ പരസ്യമൊക്കെ, കുതിരപ്പുറത്ത് ഒരാൾ പോയി കുളിക്കാൻ പോകുന്നതിന് ഡെനിം സോപ്പും അതിന് പുറകെ ഒരു പെൺകുട്ടി പോകുന്നതൊക്കെ ആയിട്ടുള്ള വളരെ ഹിറ്റായിട്ടുള്ള ഡെനിം സോപ്പിൻ്റെ പുള്ളിയുടെ ഒരു പരസ്യമാണ്. അപ്പം പുള്ളിയുടെ പരസ്യത്തിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. ഒരു സെപ്പിയ കളർ മൂഡ് ഉണ്ടായിരിക്കും. ഭയങ്കര ഹിറ്റായിട്ടുള്ള ഒരുപാട് ആഡ് ഫിലിംസ് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഇർഫാൻ പത്താനെ വെച്ചിട്ട് ഹീറോ സൈക്കിൾസിൻ്റെ ആഡ്, അങ്ങനെ ഒരുപാട് വലിയ ബ്രാൻഡ് ആഡുകൾ ചെയ്തിട്ടുള്ള ഒരു ആഡ് ഫിലിം മേക്കറായിരുന്നു അദ്ദേഹം അങ്ങനെ 1992 ആണ് ഈ സർഫറോഷ് എന്ന് പറയുന്ന സിനിമയുടെ ഒരു ആരംഭം തുടങ്ങുന്നത്. ഏതാണ്ട് 5 വർഷത്തോളം അദ്ദേഹം ഈ സിനിമയുടെ റിസർച്ച് നടത്തി. പിന്നീട് 99 പടം ഇറങ്ങുന്നത്. ആമീർ ഖാൻ അന്ന് ഡേറ്റ് കൊടുക്കുമ്പോൾ ആമീർ ഖാൻ അന്ന് 4 സിനിമകൾ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരേ സമയത്ത് തന്നെ 3-4 സിനിമകൾ ഹിന്ദി താരങ്ങൾ ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിലാണ് സർഫറോഷ് സംഭവിക്കുന്നത്. പക്ഷേ ഈ സിനിമയോട് കൂടിയിട്ട് അതിലൊരു ക്ലാഷ് വരികയും കുറച്ച് ലേറ്റാകുകയും ഒക്കെ ചെയ്തു. ഈ സിനിമ ഏതാണ്ട് 2.5-3 കൊല്ലത്തോളം ജോൺ ആമീർ ഖാന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് ആമീർ ഖാനെ കൊണ്ട് തന്നെ ചെയ്യിച്ച ഒരു പടമാണ് സർഫറോഷ്. അപ്പോൾ ആ പടത്തിന് ശേഷം ആമീർ ഖാൻ പറഞ്ഞു, ഞാൻ ഇനി ഒരു സിനിമ അറ്റ് എ ടൈം ചെയ്യുള്ളൂ എന്ന് പറയുന്ന ഒരു തീരുമാനമെടുക്കുന്ന സർഫറോഷിൻ്റെ ഒരു വിജയത്തോട് കൂടിയിട്ടാണ്. ഈ സിനിമ ചർച്ച ചെയ്യുന്നത് ശരിക്കും നമ്മുടെ രാജ്യസ്നേഹവും തീവ്രവാദവും ഒക്കെ തന്നെയാണ്. 1999 ശരിക്കും കാർഗിൽ വാർ തുടങ്ങുന്നത്. അതിന് മുമ്പാണ് ഈ പടം റിലീസ് ചെയ്യുന്നത്. പക്ഷേ സബ്ജക്റ്റ് ഇത് തന്നെയായിരുന്നു, ഇന്ത്യ പാകിസ്ഥാൻ ഇതാണ്. ഗുൽഫാം ഹസൻ എന്ന് പറയുന്ന ഗസൽ ഗായകനായിട്ടാണ് നസറുദ്ദീൻ ഷാ വേഷമിടുന്നത്. ആ സിനിമയിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, ആ സിനിമയുടെ ആദ്യത്തെ ടൈറ്റിൽ വരുന്നത് നസറുദ്ദീൻ ഷായുടെയാണ്. നായകൻ നസറുദ്ദീൻ ഷായാണ്, പക്ഷേ അദ്ദേഹമാണ് ആൻറ്റി ഹീറോ റോൾ ചെയ്തിരിക്കുന്നത്. രണ്ടാമതാണ് ആ സിനിമയിൽ ആമീർ ഖാൻ്റെ പേരെഴുതി കാണിക്കുന്നത്. കാരണം നസറുദ്ദീൻ ഷായുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് നമുക്ക്
ഒന്നും പറയാനില്ല. അത്രയും ഗംഭീരമായിട്ടുള്ളൊരു പെർഫോമൻസാണ്. അദ്ദേഹം ഒരു ഗസൽ ഗായകനാണ്. അദ്ദേഹം പണ്ട് ഇന്ത്യ വിഭജന കാലത്ത് ഇന്ത്യയിൽ നിന്നും തൻ്റെ സ്വത്തും കാര്യങ്ങളും ഒക്കെ ഉപേക്ഷിച്ച് മാതാപിതാക്കളുടെ കൂടെ പാകിസ്ഥാനിലേക്ക് പോയ ആളാണ്. എന്തോ ഒരു വൈരാഗ്യം അദ്ദേഹത്തിന് ഇന്ത്യയുമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് പാകിസ്ഥാൻകാരുടെ കൂടെ ചേർന്നുകൊണ്ട് ഇവിടെ ആഭ്യന്തര കലാപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആയുധ കച്ചവടവും അതുപോലെയുള്ള ഡ്രഗിൻ്റെ ഡീലിങ്ങും ഒക്കെ നടത്തുന്ന ഒരാളാണ്. പക്ഷേ അദ്ദേഹം ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു ഗസൽ ഗായകനാണ്. അപ്പം വളരെയധികം റെപ്യൂട്ടേഷനുള്ള ഒരു ഗസൽ ഗായകനാണ്, എല്ലാവരും ആരാധിക്കുന്ന ഒരാളാണ്. പക്ഷേ അദ്ദേഹം ബോംബെയിൽ നിന്നുണ്ടാവും, ഇടയ്ക്ക് രാജസ്ഥാനിൽ ഒരു സ്ഥലത്ത് വരികയും അവിടെ നിന്ന് അദ്ദേഹം ആയുധ കച്ചവടം നടത്തുകയും ഒക്കെ ചെയ്യുന്നതാണ്. അതിൻ്റെ അകത്ത് മുകേഷ് ഋഷി ഉണ്ട്. അതിന് ചില ഇന്ത്യയോടും ഭാരതത്തോടുമുള്ള കുറേ സ്നേഹവും ആ ഒരു വികാരവും ഒക്കെ നന്നായിട്ട് ഉണർത്തിക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ACP റാത്തോർ എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ആയിട്ടാണ് അമീർ ഖാൻ വേഷമിട്ടിട്ടുള്ളത്. അപ്പോൾ അമീർ ഖാന് തൻ്റെ പ്രീവിയസ് ഒരു കോളേജ് ലൈഫിൽ സൊണാലി ബാന്ദ്ര ചെയ്യുന്ന ക്യാരക്ടറുമായിട്ടൊരു പ്രണയം വരുന്നുണ്ട്. തുടർന്ന് എപ്പോഴും അദ്ദേഹത്തിൻ്റെ അച്ഛന് ഗുണ്ടകളിൽ നിന്നൊരു ആക്രമണം ഉണ്ടാകുമ്പോൾ അദ്ദേഹം അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ ചേട്ടൻ ആക്രമണത്തിൽ മരിക്കപ്പെടുന്നു. പിന്നീട് അദ്ദേഹം അവിടെ നിന്നും ബോംബെയിലേക്ക് യാത്രയാവുകയാണ്. പിന്നീട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഗസൽ കേൾക്കാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്താണ് സൊണാലി ബാന്ദ്രയെ വീണ്ടും അവിടെ വെച്ച് കാണുന്നത്. അപ്പോൾ സൊണാലി ബാന്ദ്രയുടെ ചേട്ടൻ്റെ കമ്പനിയിലാണ് നമ്മുടെ നസറുദ്ദീൻ ഷാ പാടുന്നത്. ഇതാണ് ആ പടത്തിൻ്റെ ഒരു ഇതിവൃത്തം. അതിൻ്റെ അകത്ത് മുളക് വ്യാപാരിയായിട്ടുള്ളവർ മറ്റുള്ളവരൊക്കെ ഈ വ്യാപാരത്തിൻ്റെ മറവിൽ ആയുധ കച്ചവടം നടത്തുന്ന ഒരു സിനിമയാണ്. ഇന്ത്യയുടെ ആഭ്യന്തര കലാപത്തിന് വേണ്ടി ശ്രമിക്കുന്ന പാകിസ്ഥാൻകാർ തുടർന്ന് ഉണ്ടാകുന്ന പ്രശ്നങ്ങളുമൊക്കെയാണ് ആ സിനിമ ചർച്ച ചെയ്യുന്നത്. തുടർന്ന് ആ നസറുദ്ദീൻ ഷായുടെ ചില സീനുകളുണ്ട്. എന്നെ അന്ന് പടം കണ്ടപ്പോൾ തന്നെ എന്നെ ഞെട്ടിച്ച കുറച്ച് സീൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു മേക്കിംഗ് സ്റ്റൈൽ 99 കാലഘട്ടത്തിൽ അതിൻ്റെ കളർ ടോണ്, അതിൻ്റെ മേക്കിംഗ് സ്റ്റൈല് അതുവരെ കാണാത്ത, ഹിന്ദി സിനിമയിൽ കാണാത്ത ഒരു മേക്കിംഗ് സ്റ്റൈൽ ഉണ്ടായിരുന്നു. ഡയലോഗ് ഡെലിവറി ഉണ്ടായിരുന്നു. ഒരു റിയലിസ്റ്റിക് ഒരു സിനിമയുടെ ഒരു ഫീൽ ആ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. എന്നെ അത്ഭുതപ്പെടുത്തിയ 1-2 സീൻ എന്ന് പറഞ്ഞാൽ, ഒരാളെ അമീർ ഖാൻ ഓടിച്ച് അയാളെ പിടിക്കാൻ വേണ്ടിയിട്ട് ചേസ് ചെയ്യുന്നുണ്ട്. ചേസ് ചെയ്യുന്ന സമയത്ത് സാധാരണ നമ്മൾ പിടികൂടുന്ന പോലെയാണ്. അയാളെ നടു റോഡിൽ, ടാറിട്ട റോഡിൽ തള്ളി വീഴ്ത്തുന്ന സീൻസൊക്കെ ഉണ്ട്. പെട്ടെന്ന് ഞെട്ടിപ്പോകും, ഇതെങ്ങനെ ചെയ്തു എന്ന് അന്ന് തോന്നുന്ന രീതിയിൽ എന്നെ വളരെ ആകർഷിച്ച 1-2 സീൻസാണ്. അതായത് അയാൾ ആ ടാറിട്ട റോഡിൽ വീണ് നിരങ്ങി പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് നമ്മളെ ഞെട്ടിക്കുന്ന കുറച്ച് സീൻസ് അതിൻ്റെ അകത്തുണ്ട്. അതുപോലെ നസറുദ്ദീൻ ഷായുടെ ക്യാരക്ടർ, അദ്ദേഹം ഒരു പാട്ടുകാരനാണ്, സൗമ്യനാണെന്നൊക്കെ നമ്മളെ ആദ്യം കാണിച്ചതിന് ശേഷം അയാൾ ആര് തെറ്റ് ചെയ്താലും ശക്തമായിട്ട് ഞാൻ ശിക്ഷ കൊടുക്കുമെന്ന് പറയുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ചെറിയ ഒരു ആട്ടിൻകുട്ടിയുണ്ട്. ആ ആട്ടിൻകുട്ടി അയാൾ പാട്ട് പാടുന്ന സമയത്ത് തൻ്റെ വീടിനുള്ളിലേക്ക് കടന്നു വരികയും അവിടുത്തെ ചില ഈ പറയുന്ന വിളക്കുകളൊക്കെ തട്ടിമറിച്ച് ഇടുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ആ ആട്ടിൻകുട്ടിയെ എടുത്ത് അതിൻ്റെ ചെവി രണ്ടും മുറിച്ച് കളയുകയാണ് അതിനുള്ള ശിക്ഷ എന്നുള്ള രീതിയിൽ. അപ്പോൾ അത്രത്തോളം ഒരു ക്രൂരനായിട്ടുള്ള ഒരു കഥാപാത്രമായിട്ടാണ് നസറുദ്ദീൻ ഷാ അതിൽ ചെയ്യുന്നത്. വളരെ ഗംഭീരമായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. തുടർന്ന് ആ സിനിമ തുടങ്ങുന്നത് തന്നെ ഒരു പാട്ടിലൂടെയാണ്. സിന്ദഗി മോത്ത് നാ ബൻജായെ എന്ന് പറഞ്ഞ് തുടങ്ങുന്നത്. ആ സിനിമയുടെ തുടക്കത്തിലുള്ള ഒരു ഫ്രെയിം തന്നെ ഒരു വലിയ രാജസ്ഥാൻ മരുഭൂമിയിലൂടെ നിഴലിലൂടെയാണ് കാണിക്കുന്നത്. കുറച്ച് ഒട്ടകങ്ങൾ ഇങ്ങനെ പോകുന്നു. ആ ഒട്ടകങ്ങൾ ചുമന്നുകൊണ്ട് പോകുന്നത് ആയുധങ്ങളായിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ അതിൻ്റെ ഒരു ഫ്രെയിം ബ്യൂട്ടിയും ആ പടത്തിൻ്റെ ഒരു തുടക്കവും ആ പാട്ടും ഒക്കെ നമ്മളെ ഭയങ്കരമായിട്ട് ആദ്യം തന്നെ ആ സിനിമയിലേക്ക് നമ്മളെ ഇന്നാക്കും. തുടർന്ന് ആ സിനിമയുടെ ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ്, രാജ്യസ്നേഹം, പോലീസുകാർ, പ്രതികാരം, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ചേർന്നിട്ടുള്ള ഒരു പ്രണയം, നന്നായിട്ട് ഒരു പ്രണയം കാണിക്കുന്ന ഒരു സിനിമ കൂടിയായിരുന്നു. 8 കോടിയിൽ തീർത്ത സിനിമ 34 കോടിയോളം അന്ന് കളക്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. മാത്രമല്ല ഒരു സോഷ്യൽ എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിൽ നാഷണൽ അവാർഡ് ആ വർഷത്തെ ഏറ്റവും നല്ല സിനിമയ്ക്കുള്ള അവാർഡ് കരസ്ഥമാക്കിയ സിനിമയാണ്. സ്ക്രിപ്റ്റിനുള്ള അവാർഡ് കരസ്ഥമാക്കിയ സിനിമയാണ്. അപ്പോൾ വളരെ
ഈ പറയുന്ന കമേഴ്ഷ്യലി വളരെ ഹിറ്റായിരുന്നു. അതോടൊപ്പം തന്നെ ഈ പറയുന്ന പോലെ ഒരു ഫിലിം ക്രിറ്റിസിസം എന്നുള്ള രീതിയിൽ നോക്കിയാലും ക്രിട്ടിക്സ് അവാർഡ് ഒരുപാട് അപ്രിഷ്യേറ്റ് ചെയ്തപ്പെട്ടുള്ള ഒരു സിനിമയാണ് സർഫറോഷ്. അതിൻ്റെ പാട്ടുകൾ ചെയ്തിരിക്കുന്നത് ജതിൻ ലളിതാണ്. എല്ലാ പാട്ടുകളും ഭയങ്കര രസകരമായിട്ടുള്ള, നമ്മൾ എല്ലാവരും ഒരുപാട് പാടി ഹിറ്റായിട്ടുള്ള പാട്ടുകളാണ് സർഫറോഷിലെ. അപ്പം ഒരുപാട് ഈ പറയുന്നത് പോലെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ പ്രൗഡായിട്ടുള്ള ഒരു മൊമെൻ്റ് ആയിരുന്നു ആ തിയേറ്ററിൽ നിന്ന് ഞാൻ ഇറങ്ങുന്നത്. കാരണം ഒരു മലയാളി അമീർ ഖാനെ വെച്ചിട്ട് 1999 ഒരു സിനിമ വൺ ഹിറ്റാക്കി മാറ്റുന്നു എന്നുള്ളത്, നമ്മൾ ആ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്തോ ഒരു അഭിമാനം എനിക്ക് ഉണ്ടായിരുന്നു. പിന്നീട് ഞാൻ ഇത് ചെയ്യുമ്പോൾ എപ്പോഴൊക്കെയോ ആ മലയാളിയായിട്ടുള്ള ആ ഒരു ഡയറക്ടറെ പറ്റി പറഞ്ഞു പോകണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. അപ്പോൾ എന്തായാലും ഇന്നൊരു മലയാള സിനിമ ചെയ്യാത്ത ഒരു മലയാളിയായ നമ്മളെവിടെയൊക്കെ അഭിമാനിപ്പിച്ചിട്ടുള്ള ആ ഡയറക്ടറെ പറ്റി പറഞ്ഞതിന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് ജോൺ മാത്യു മാത്തന് വേണ്ടിയിട്ട് ഈ എപ്പിസോഡ് സമർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. സൈനിങ് ഓഫ്.